ഫ്രണ്ട്സ്, നമ്മുടെ ഓഫറിൻ്റെ നെക്സ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഇത് വരുന്നത് ഒരു ടൊമാറ്റോ റെഡിൻ്റെയൊക്കെ ഷെയ്ഡ്, നോർമൽ റെഡ് അല്ല കേട്ടോ, ടൊമാറ്റോ റെഡിൻ്റെ കുറച്ചൊരു പിങ്ക് വരുന്ന സൈസ് റെഡില്ലേ, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. അപ്പോൾ ഇത് കോട്ടൺ ഫാബ്രിക് ആട്ടോ, ഭയങ്കര ഓവറായിട്ടൊന്നും ചിന്തിക്കരുത്, നോർമൽ കോട്ടൻ്റെ ആ ഒരു ലുക്കാണ്. ഫ്രണ്ട് പോർഷനിൽ ആ ഒരു കളർ കോമ്പിനേഷനും ഡിസൈനും ഒക്കെ കാണാൻ നല്ല കേട്ടോ, മൾട്ടി കളർ ആയിട്ടുള്ള ഒരു പ്രിൻറ്റ്, അതിൻ്റെ മേളിൽ കൂടെ ചുറ്റിനും ഇങ്ങനെ കുഞ്ഞായിട്ടൊരു ത്രെഡിൻ്റെ ഡിസൈൻ പോയിട്ടുണ്ട്. ദുപ്പട്ട ബാട്ടിക്കിൻ്റെ പ്രിൻറ്റ്, ബോർഡർ സെയിം, ആ ഒരു ഫ്രണ്ട് പോർഷനിൽ സെയിം കോമ്പിനേഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. ഡെയിലി യൂസുകാർക്ക്, കോട്ടൺ മാത്രം ഉപയോഗിക്കുന്നവർക്ക് നല്ല ഐറ്റമാണ്. ബോട്ടം വരുന്നതാണെങ്കിൽ പോലും സെയിം മെറ്റീരിയൽ, അതിൽ ഫുൾ ബാട്ടിക്കിൻ്റെ പ്രിൻ്റുള്ള ഐറ്റമാണ്. സെപ്പറേറ്റ് വാഷ് ചെയ്യണേ. നമ്പർ വരുന്നത് AB 281, 1100 ഓഫർ പ്രൈസ് 890, 890. അടുത്തത് നല്ല അടിപൊളി കളറാട്ടോ. ഈ കളറിൻ്റെ ഭംഗി എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുക, ശരിക്കും നല്ല ബ്രൗണും കുറച്ചൊരു മെറൂണിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാട്ടോ, ഭയങ്കര രസമാണ് കാണാനായിട്ട്. പിന്നെ ദുപ്പട്ട വരുന്നത് ഇത് ശരിക്കും സെമി മോഡലിൽ തന്നെ ആദ്യം വന്ന ഐറ്റമാണ്. അപ്പോൾ അത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടായിരുന്നു. പിന്നെ വന്നപ്പോഴത്തേനും കുറച്ചുകൂടി ഇങ്ങനെ സ്റ്റിഫായിട്ട് വരുന്ന ആ ടൈപ്പ് മോഡലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അത്രയും പറയാറില്ല, ഇങ്ങനെ വാഷ് ചെയ്താലും ഒന്നും കുഴപ്പമില്ല. പക്ഷേ ഇത് ആദ്യം വന്നത് ആ ഒരു ഒറിജിനൽ മോഡലിൻ്റെ ആ ഒരു രീതിയിൽ തന്നെ ആദ്യം ചെയ്തു വന്നപ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് വന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് സെപ്പറേറ്റ് വാഷ് ചെയ്യണം, ജസ്റ്റ് ഒന്ന് മുക്കി എടുക്കാവുള്ളൂ, എപ്പോഴും എടുത്ത് വാഷ് ചെയ്യുകയും ചെയ്യരുത് കേട്ടോ, കാരണം ഭയങ്കര നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. അത് ടോപ്പാണെങ്കിലും ദുപ്പട്ടയാണെങ്കിലും സെയിം അതുപോലെ തന്നെയാണ് കേട്ടോ, നല്ല ഒതുങ്ങി കിടക്കുന്ന സൈസ് ഫാബ്രിക്കാണ്. കോട്ടൺ ബ്ലെൻഡ് ചെയ്തെടുത്തേക്കുന്നത്, അതുകൊണ്ട് കുറച്ചിങ്ങനെ സോഫ്റ്റ്നെസ് കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ താഴത്തെ ബോർഡർ ആട്ടോ ഇത്. ദുപ്പട്ട കാണാൻ നല്ല ഗ്രാൻഡായിട്ട് നിൽക്കും. നമ്മുടെ ബാന്തിനി സ്റ്റൈലിലുള്ള പ്രിൻറ്റിംഗ് ആണ് ഇതിൽ പോയേക്കുന്നത്. മെയിനായിട്ട് എൻ്റെ കളർ തന്നെയാണ് കേട്ടോ, ഭയങ്കര ബ്യൂട്ടിഫുൾ കളറാണ്. ഇതിൻ്റെ നമ്പർ വരുന്നത് Y554, 1200 നമുക്കിതിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് 899 രൂപയാണ്. 899 വരുന്നത് പെട്ടെന്ന് കാണുമ്പോൾ ജോർജറ്റിൻ്റെ ഒരു ഫീൽ അല്ലേ, ശരിക്കും പറഞ്ഞത് ജോർജറ്റ് അല്ല കേട്ടോ, ഷിനോൺ മിക്സറായിട്ട് ആ ഒരു സ്റ്റാർ ജോർജറ്റ് ഒക്കെ വരത്തില്ലേ, ആ ഒരു ടൈപ്പ് ഫാബ്രിക് ആട്ടോ. പാകിസ്ഥാനി കൺസെപ്റ്റിൽ ഫുൾ ഗ്ലാസ് വർക്ക്, ഫ്രണ്ട് പോർഷനിലും ദുപ്പട്ടയ്ക്കകത്തും മറ്റേ നമ്മുടെ നേരത്തെ വന്ന പാകിസ്ഥാനി ഒറിജിനൽ പോലെ ഫുള്ള് ഗ്ലാസ് അല്ല, എന്നാലും ഒരു മയത്തിലൊക്കെ ഗ്ലാസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഫുള്ളുണ്ട്, ഗ്ലാസ് ഉണ്ട്, പക്ഷെ അത്ര അടുപ്പിച്ചില്ലെന്നുള്ളതേ ഉള്ളൂ. അതിൻ്റേതായ ചെറിയ ഒരു വെയിറ്റും ഒക്കെ ഉണ്ട് കേട്ടോ. കാണാൻ നല്ലതാണ്. കളർ വരുന്നത് ഒരു യെല്ലോയിഷ് ഗ്രീൻ എന്ന് പറയാം, രണ്ട് കളറുടെ മിക്സാണ്, കറക്റ്റ് ഒരു കളർ പറയാൻ പറ്റില്ല. എന്തായാലും കാണാൻ നല്ല ഭംഗിയുള്ള ഐറ്റം കേട്ടോ. ഇതിൻ്റെ നമ്പർ വരുന്നത് ബോട്ടം സെയിം കളർ സാറ്റിൻ സിൽക്ക്, നമ്പർ AB 267, 1000 റേഞ്ചായിരുന്നു. നമുക്കിൻ്റെ ഓഫർ പ്രൈസ് 799, 700. നെക്സ്റ്റ് വരുന്നത് ഒരു ഡസ്റ്റി ടൈപ്പ് ഒരു വയലറ്റ് ഷെയ്ഡാട്ടോ. അപ്പോൾ ഇത് റയോൺ മിക്സർ ഒരു ഫാബ്രിക്കാണ്. ഇങ്ങനത്തെ ഫാബ്രിക് കാണിക്കുമ്പം എനിക്ക് തോന്നിയിട്ടുള്ളത്, എനിക്ക് തോന്നുന്നു ഈ സ്ക്രീനിൽ കാണുമ്പോൾ കുറച്ചൊരു ബ്രൈറ്റ്നെസ് കൂടുതൽ കാണിക്കും. അപ്പോൾ പെട്ടെന്ന് ഭയങ്കര ബ്രൈറ്റർ ഷെയ്ഡാന്നോർത്ത് ഓർഡർ ചെയ്യുന്നവരുണ്ട്. ഭയങ്കര ഓവർ ബ്രൈറ്റ്നെസ് ഒന്നും ഇല്ല കേട്ടോ. റയോണും കോട്ടനൂടെ ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു ലൈറ്റ്, നേരിട്ട് കാണാൻ നല്ലത് തന്നെയാണ്, പക്ഷേ ഒത്തിരി ഓവറായിട്ടൊരു കളറായിട്ടുള്ളൊരു എക്സ്പ്രഷൻ കൊടുക്കരുത്, കാരണം അതിൻ്റെ അകത്തൊരു കളർ കോമ്പിനേഷൻ അങ്ങനെയാണ്, കുറച്ചിങ്ങനെ മങ്ങിയ പോലെ ഒരു ഷെയ്ഡാണ് വരുന്നത്. നല്ലതാട്ടോ, എനിക്ക് പേഴ്സണലി എനിക്ക് ഈ ഐറ്റം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എല്ലാവരും എനിക്ക് തോന്നുന്നു ഈ വീഡിയോയ്ക്കകത്ത് കാണുന്നത് ഭയങ്കര ഓവർ കളറായിട്ട് മനസ്സിൽ കണക്കൂട്ടിയാണ് എടുക്കുക. അപ്പോൾ വന്നു കഴിയുമ്പോഴത്തേനും അത്രയും കളർ ഇല്ലായിരുന്നു എന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് എടുത്ത് പറയുന്നേ ഉള്ളൂ. ലൈറ്റ് ഷെയ്ഡായിട്ട് ഒരു ഡസ്റ്റി ടൈപ്പ് ലാവണ്ടറിൻ്റെ മിക്സഡ് കളർ അങ്ങനെ വിചാരിച്ച് എടുക്കാവുള്ളൂ. അപ്പോൾ അത് നല്ലതാട്ടോ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ഐറ്റം. നല്ല സോഫ്റ്റായിട്ട് ഒതുങ്ങി കിടക്കുകയും ചെയ്യും, ഭയങ്കര ഓവറായിട്ട് നിൽക്കത്തുമില്ല. പിന്നെ മെയിൻ ഒരിത് ദുപ്പട്ട ഭയങ്കര ലെങ്തി ആട്ടോ. അതിൻ്റെ അകത്ത് ആ ഒരു ബാട്ടിക്കിൻ്റെ പ്രിൻ്റൊക്കെ മെയിൻ എനിക്ക് തോന്നുന്നു കളറ്, ബാട്ടിക്കിൻ്റെ പ്രിൻ്റ് എന്ന് പറയുമ്പം എപ്പോഴും തന്നെ വൈറ്റ് ഷെയ്ഡിലോട്ടല്ലേ വരിക. ഇതിൽ പക്ഷേ നമുക്ക് മെയിൻ കളറിൻ്റെ ലൈറ്റായിട്ട് അതിൻ്റെ തന്നെ ഡസ്റ്റി കളറിലാണ് അതിൻ്റെ ഒരു ബാട്ടിക് പ്രിൻറ്റ് ചെയ്തേക്കുന്നത്. അതിൻ്റെയും കൂടെ കാണും കേട്ടോ. അപ്പോൾ എല്ലാവരും ഭയങ്കര തെളിച്ചമുള്ള കളറായിട്ട് ചിന്തിക്കരുത്, ലൈറ്റായിട്ടൊരു ഡസ്റ്റി ടൈപ്പ് കളറിലേ ചിന്തിക്കാവുള്ളൂ. എനിവേ നല്ല കളർ കോമ്പിനേഷനാണ്. നമ്പർ വരുന്നത് Y760, 1300 ഓഫർ പ്രൈസ് 999, 999. കോട്ട ഫാബ്രിക് ഇത് ഒത്തിരി റേറ്റിൻ്റെ ഒന്നുമില്ല, ഡെയിലി യൂസുകാർക്ക് നല്ലതാണ്. ശക്കരം പറഞ്ഞിരിക്കുന്ന കേട്ടോ. ഫ്രണ്ട് പോർഷനിൽ ഒരു ഓനിയൻ പിങ്കിൻ്റെ ഡാർക്കർ കോമ്പിനേഷനിൽ വർക്ക് കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ട സെയിം തന്നെ, സൈഡിലും വർക്ക് വരും. ബോട്ടം സാറ്റിൻ സിൽക്ക് കേട്ടോ. നമ്പർ വരുന്നത് W747, ഇത് 800 റേഞ്ചായിരുന്നു. ഓഫർ പ്രൈസ് വരുന്നത് 599, 599. നെക്സ്റ്റ് വരുന്നത് സെമി സിൽക്കിൻ്റെ ഫാബ്രിക്, ഒത്തിരി കൂടിയൊന്നുമില്ല, നോർമൽ രീതിയിൽ ഉപയോഗിക്കാം. ഫ്രണ്ട് പോർഷനിൽ ഒരു ലേസ് വർക്ക്, നെറ്റിൽ ലേസ് വർക്കിൻ്റെ പരം അത് തന്നെയാണ് കേട്ടോ ദുപ്പട്ടയ്ക്കും കൊടുത്തേക്കുന്നത്. ദുപ്പട്ടയിൽ ഫുള്ളായിട്ട് ഇതുപോലെ ആ ഒരു ആരി വർക്കിൻ്റെ തിക്കായിട്ടുള്ള വർക്ക്. ദുപ്പട്ട അത്യാവശ്യം നോർമലി ഇങ്ങനത്തെ വരുന്ന വെച്ചാൽ ലെങ്ത്ത് കുറവാണ്, ഇത് അത്യാവശ്യം ലെങ്ത് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ബോട്ടം വരുന്നത് സെയിം മെറ്റീരിയൽ, ടോപ്പിൻ്റെ സെയിം മെറ്റീരിയൽ തന്നെയാണ്, റഫായിട്ട് ഉപയോഗിക്കാം. പിന്നെ നമ്പർ K550, ഇത് 890 നമുക്ക് ഓഫർ പ്രൈസ് 680 രൂപയുള്ളൂ, 680. ഇത് വരുന്നത് കോട്ട ഫാബ്രിക്, ഇതൊരു നെറ്റ് കോട്ട ഫാബ്രിക് ഇല്ലേ, സിൽക്കി കോട്ട, നെറ്റ് കോട്ട എന്ന് പറഞ്ഞാൽ ആ ഒരു കാറ്റഗറിപ്പെട്ട ഐറ്റമാണ്. ശകലം പറന്ന് നിൽക്കുന്നത് തന്നെയാണ് കേട്ടോ, ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡാണ്. പക്ഷേ ഇത് പുതിയതിലൊക്കെ വരുന്നുണ്ട്. എനിക്കൊന്ന് റീസെൻ്റ്ലി ഞാനത് പുതിയതിൻ്റെ അകത്ത് കൊണ്ടുവന്നായിരുന്നു. നമുക്ക് ഞാൻ പറഞ്ഞില്ല, പീരിയഡിക്കിലെ ആ ഒരു അതിന് മുന്നേ ഉള്ള ബാച്ചിലെ ഐറ്റംസ് ബാലൻസ് ഉള്ള ഓഫറിലോട്ട് വരുന്നതെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഒത്തിരി നാൾ മുന്നത്തെ ഒന്നുമല്ല,
ഇത് നമ്മൾ ഓഫറിലാണെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നിങ്ങൾക്ക് റീസെൻ്റ് ആയിട്ടും കണ്ടുപരിചയമുള്ള ഐറ്റംസ് ഒക്കെ തന്നെയായിരിക്കും. അതുകൊണ്ട് കുറച്ച് കിട്ടുന്ന ആ റേറ്റ് കുറച്ച് കിട്ടുമ്പം നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്തുകൊള്ളുക. അവൈലബിലിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് വെയിറ്റ് ചെയ്ത് കേട്ടോ, ഒരു 10-20 മിനിറ്റിനുള്ളിൽ തന്നെ പേയ്മെൻറ്റ് ചെയ്യണം. ഇൻ കേസ് അത് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ എക്സ്പയർ എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരും, നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. അപ്പോഴും നിങ്ങൾ ടെൻഷൻ ഒന്നും അടിക്കേണ്ട, ജസ്റ്റ് ഒന്നുകൂടെ അത് ബുക്ക് ചെയ്ത് നോക്കിയാൽ മതി. വേറെ ആരെങ്കിലും ബുക്ക് ചെയ്തില്ല, പേയ്മെൻറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ കിട്ടും. ഇല്ലെങ്കിൽ അത് സോൾഡ് ഔട്ട് ആയി പോകും. പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ ഫുള്ള് ബ്ലോക്ക് പ്രിൻ്റ് കൊടുത്തേക്കുന്നത്, നല്ല കളറാട്ടോ, ലൈറ്റ് ലാവണ്ടറിൻ്റെ ഷെയ്ഡ്. അപ്പോൾ ഇതിൽ ബോട്ടം വരുന്ന സാറ്റൻ സിൽക്ക് സെയിം കളർ തന്നെ, കുറച്ച് പറഞ്ഞിരിക്കുന്ന കേട്ടോ. നമ്പർ Y502, ഇത് 900 അടുത്ത് റേഞ്ച് ഉണ്ടായിരുന്ന ഐറ്റമാണ്. നമുക്കിതിൻ്റെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് 690 ഉള്ളൂ, 690. നെക്സ്റ്റ് വരുന്നത് പ്യോർ മൊഡാൽ സിൽക്കാണ് ഫാബ്രിക്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫീൽ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, പ്യോർ മൊഡാലിൻ്റെ ഫീൽ എന്താണ്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആട്ടോ. ദുപ്പട്ട അടിപൊളി എന്ന് പറഞ്ഞാൽ അത്ര ഗ്രാൻഡാണ് കാണാൻ. ഇത് കണ്ടില്ലേ, നല്ല രസമുള്ള അജ്രക്കിൻ്റെ പ്രിൻറ്റ്. ടോപ്പ് പ്ലെയിൻ ആയിട്ടും ദുപ്പട്ട കംപ്ലീറ്റ് പ്രിൻറ്റഡ് ആയിട്ടും. നമ്മുടെ ആദ്യം എനിക്ക് തോന്നി ലക്കിരിപ്പട്ട ബോർഡറൊക്കെ ആദ്യം വന്നത് ഈ പ്യോർ മൊഡാലിലാണ്. അതിങ്ങനെയാട്ടോ, അതാ ഒരു ഒറിജിനൽ ഐറ്റം ഇതാ ഇങ്ങനെ ഇച്ചിരി ചുളുക്കമുള്ള പോലെ അങ്ങനെ വരുന്നത്. പിന്നെ അതിൻ്റെ കുറഞ്ഞൊക്കെ ഇറങ്ങിയപ്പോഴാണ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടൊക്കെ വന്ന്. റേറ്റ് ഉള്ളത് ഒറിജിനൽ ആ ഒരു ചെറിയ വെച്ച് ചെയ്തേക്കുന്നതിനൊക്കെ ഇങ്ങനെ ഒരു ചുളുക്കം ഉണ്ടാവും. അപ്പോൾ ഇത് നല്ല ലെങ്ത് ഉള്ള ഐറ്റം ആട്ടോ, പ്യോർ മൊഡാലാണ്. നിങ്ങൾക്കറിയാമല്ലോ, റേറ്റൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്ന ഐറ്റമാണ്. ബോട്ടം ആ ഒരു സാൻഡൂണ്ട് തന്നെ കൂടിയ മെറ്റീരിയൽ. നമ്പർ W468, 4000 അടുത്ത് റേഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ. 3880 രൂപയുടെ ആയിരുന്നു. നമുക്ക് ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1000 മേളിൽ കുറവ് നിങ്ങൾക്ക് കിട്ടും. 2600 രൂപയുള്ളൂ, 2600. ഇത് പ്രിൻറ്റഡ് വിചിത്ര സിൽക്കാണ് ഫാബ്രിക്. ഇതിൻ്റെ നെക്ക് ലൈനിൽ ഫുൾ ആൻറ്റിക് ബീഡ്സ് വർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി ഫുൾ നമ്മുടെ മാർബിൾ പ്രിൻറ്റ് പോലത്തെ പ്രിൻ്റ് ആട്ടോ, അതാണ് പ്രിൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബോട്ടം വരുന്നത് അതിൻ്റെ ഡാർക്കർ ഷെയ്ഡിൽ, അത് സാറ്റിൻ സിൽക്കിൽ ചെയ്തിട്ടുണ്ട്. നമ്പർ U790, 1000 റേഞ്ച് ആണ്. നമുക്ക് ഇതിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് 750 രൂപയുള്ളൂ, 750. ഇത് കോട്ടൺ കോട്ട ഫാബ്രിക്കിൽ ഫുൾ ചിക്കൻ കാരി വർക്കിൻ്റെ ഡിസൈനാണ്. അപ്പോൾ ഇതൊരു ഡസ്റ്റി ടൈപ്പ് കളറാട്ടോ, ഭയങ്കര ഓവർ കളറല്ല, ഡസ്റ്റി കളർ, ഡസ്റ്റി ടൈപ്പ് ഒരു മെറൂൺ ഷെയ്ഡ് കോമ്പിനേഷനിൽ ഒരു ഡസ്റ്റി ഗ്രീൻ എന്ന് പറയാവുന്നൊരു ഷെയ്ഡാണ് കേട്ടോ. ദുപ്പട്ടയൊക്കെ നല്ല സോഫ്റ്റാണ്, കളർ കോമ്പിനേഷൻ കൊടുത്തു തന്നെയാണ് ദുപ്പട്ടയും ചെയ്തേക്കുന്നത്. ഫുൾ പ്രിൻ്റ്, അതെല്ലാം ഹാൻഡ് ബ്ലോക്സ് ആണ്, ഫുൾ വർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളർ കുറച്ചൊരു ഡസ്റ്റി കളറാട്ടോ, അതാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. ഭയങ്കര ഓവറായിട്ടുള്ള കളറായിട്ട് കണക്ക് കൂട്ടരുത്, കാരണം ഇതിൻ്റെ അകത്ത് ഗ്രീനും കൂടെ ഇറക്കി കയറി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ കാണുമ്പം ഒരു മങ്ങൽ പോലെ ഫീൽ ചെയ്യും, പക്ഷെ അതങ്ങനെ ആ കളറിൻ്റെ മങ്ങലല്ല കേട്ടോ. ഇതിൻ്റെ അകത്ത് ആ ഒരു കോമ്പിനേഷൻ പോയേക്കുന്നത് ഗ്രീനിൻ്റെ ഒക്കെ ആ ഒരു ഷെയ്ഡ് അങ്ങനെ വരുന്നതുകൊണ്ടാണ് ലൈറ്റായിട്ട് ഫീൽ ചെയ്യുന്നത്. തയ്ച്ചിട്ട് കഴിയുമ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ നേരിട്ട് കാണുമ്പോഴും ഇതിൻ്റെ അകത്ത് കാണുമ്പോഴും എങ്ങനെയാണെന്ന് എനിക്കൊരു കൺഫ്യൂഷൻ, അതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. നല്ല ഐറ്റമാണ്. നമുക്കിത് കോട്ട മെറ്റീരിയൽ, അതായത് കോട്ടൺ കോട്ടയൊക്കെ തന്നെ ഉപയോഗിക്കുന്നവർക്ക് നല്ല ഐറ്റമാണ്. ബോട്ടം വരുന്നത് കോട്ടൺ സിൽക്ക് ആട്ടോ, മെറൂൺ ഷെയ്ഡ്. നമ്പർ വരുന്നത് M816, ഇത് 1650 ആയിരുന്നു നമുക്ക് ഓഫർ പ്രൈസ് വരുന്നത്. 990 രൂപയുള്ളൂ, 999.